ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് റെഡിയാക്കി എടുക്കുന്നത്. അത് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വിശപ്പിനും നോമ്പിനും നമ്മുടെ ഈ ഒരു ദാഹമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയിലേക്ക് നമ്മൾ കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിട്ട് ഒട്ടും കട്ടകളില്ലാതെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നമ്മുടെ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ പാൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ പഞ്ചസാരക്ക് പകരം നമുക്ക് മിൽക്ക് മേഡ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓവറായിട്ടൊന്നും മിൽക്ക് മേഡ് ചേർത്തെടുക്കുന്നില്ല. ചേർക്കുന്നത് നമുക്ക് കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണ് ചേർത്തെടുത്തിട്ടുള്ളൂ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു കയ്യിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മധുരത്തിൽ ചെയ്തെടുക്കുന്നില്ല കേട്ടോ. വളരെ നോർമലായിട്ടുള്ള മധുരത്തിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഞാനിവിടെ കുറച്ച് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈ വിടാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഒരു യെല്ലോ ഫുഡ് കളർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി കേട്ടോ. നമ്മുടെ ആ ഒരു വൈറ്റ് കളറിൽ നിന്ന് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച്. ഇനി ഇത് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിനായിട്ട് ഇതിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒട്ടും കട്ടല്ലാതെ നമുക്കൊന്ന് കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ പാലൊന്ന് തണുത്ത് വരട്ടെ. നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചും കൂടെ എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇനി ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇനി നമ്മൾ അടിച്ചെടുത്ത് നമ്മുടെ ഈ ഒരു പാലിൻ്റെ ഒരു മിക്സ് അത് ഒഴിച്ചു കൊടുക്കും. നമ്മൾ 2 സെക്ഷനായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. 2 ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുറച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത കാരണം ആപ്പിൾ ഒന്ന് കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനിതാ കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരി നമ്മളൊന്ന് നടുകെ കീറി എടുത്തിട്ടുണ്ട്. കുറച്ച് ജ്യൂസ് മുന്തിരി നമ്മൾ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്, ഇതേപോലെ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ അനാറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ചേർക്കാം കേട്ടോ. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ടൂട്ടി ഫ്രൂട്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ചെറി, കസ്കസ് ചേർത്ത് അപ്പോൾ ഇതാ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഹെൽത്തി ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകൾ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.